ഡിയേഴ്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റ് 2024 അവരുടെ മറൈൻ ബയോളജി മൈക്രോബയോളജി ആൻഡ് ബയോ കെമിസ്ട്രിയിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുവാണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു ആദ്യത്തെ 2 അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ പിന്നെ അത് ഡിപ്പാർട്ട്മെൻറ്റാണ് നടത്തുന്നതെന്ന്. അപ്പോൾ ഈ ഒരു സ്പോട്ട് നടത്തുന്നതും നമ്മളുടെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ ഫൈൻ ആർട്സ് അവന്യൂ കൊച്ചിയിലാണ് ഇതിൻ്റെ ക്യാമ്പസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഡേറ്റ് 3/7/2024 10:00-ക്കാണ് കേട്ടോ. എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടായിരിക്കും സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ഇവിടെ സീറ്റ് വേക്കൻസി വന്നേക്കുന്നത് കാണിച്ചിട്ടുണ്ട്. MSc മറൈൻ ബയോളജിയുടെ സീറ്റ് വേക്കൻസി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കോട്ട 1, ETB 2, LCC 1, SC ST 1, KMP 1, പിന്നെ NRI ഒരു സീറ്റാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ ഓൾ ഇന്ത്യ കോട്ടയിലും ETBയിലും നമുക്ക് 30 വരെ റാങ്ക് വന്നേക്കുന്ന കുട്ടികളെയാണ് വിളിച്ചേക്കുന്നത്. പിന്നെ LCCക്ക് നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിലുള്ള 200 വരെയും റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. SC STക്കും KMPക്കും ഈ കാറ്റ് റാങ്കിൽ വന്നേക്കുന്ന MSc മറൈൻ ബയോളജിയുടെ കാറ്റ് റാങ്കിൽ വന്നേക്കുന്ന എല്ലാവർക്കും ചെല്ലാവുന്നതാണ്. ഇനി NRIക്ക് ഒരു സീറ്റാണ്. അപ്പോൾ NRIയുടെ ആ ഒരു സീറ്റിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ NRI കൊടുത്തേക്കുന്ന റിസർവേഷനുള്ള എല്ലാവർക്കും ചെല്ലാം. അതല്ലെങ്കിൽ 1 മുതൽ 30 വരെയുള്ള കുട്ടികളെ ഈ NRI ഇതിലേക്ക് പരിഗണിക്കുന്നതാണ്. അതായത് അതിൽ ആർക്കെങ്കിലും പുതുതായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് ചെല്ലാവുന്നതാണ്. ഇനി MSc മറൈൻ മിക്സിൻ്റെ ജനറൽ കാറ്റഗറി ഒരു സീറ്റ്, ഓൾ ഇന്ത്യ കോട്ട 1, ETB 1, MSM 1, EWS 1, KSC 1. അതിലെല്ലാവർക്കും ഈ റാങ്കിലുള്ള എല്ലാവർക്കും ചെല്ലാവുന്നതാണ് കേട്ടോ. ഈ ഒരു സ്പോട്ടിന് വേണ്ടി NRIക്ക് 2 സീറ്റാണുള്ളത്. അപ്പോൾ അതും NRI റിസർവേഷൻ ചെയ്തേക്കുന്ന എല്ലാവർക്കും ചെല്ലാം. അതല്ലെങ്കിൽ മറ്റ് ഈ റാങ്ക് ലിസ്റ്റിൽ വന്നേക്കുന്ന മറ്റു കുട്ടികളെയും പരിഗണിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് പുതുതായിട്ട് ആർക്കെങ്കിലും NRI ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പരിഗണിക്കും. ലക്ഷദ്വീപ് കോട്ട 1 സ്പെഷ്യൽ റിസർവേഷൻ 2, അതും ഈ ഓൾ ഇന്ത്യ റാങ്ക്, അതായത് എല്ലാവരെയും റാങ്ക് ലിസ്റ്റിൽ വന്നേക്കുന്ന എല്ലാവരെയും പരിഗണിക്കും. ഇനി ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ടു ബി ബ്രോട്ട് ഡ്യൂറിങ് വെരിഫിക്കേഷൻ. നിങ്ങൾക്കറിയാം ആ സ്പോട്ടിൽ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നമുക്ക് ഫീസും സർട്ടിഫിക്കറ്റും ഒക്കെ അന്ന് തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അന്ന് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റും ഫീസും ആ ഒരു ദിവസം കൊണ്ടുവരണം. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ സർട്ടിഫിക്കറ്റുകളും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു റിസർവേഷൻ്റെ ഇതിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് TCയും CCയും അതിൻ്റെ ഒറിജിനൽ വേണം. പിന്നെ നേറ്റിവിറ്റി അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, അത് നമ്മളുടെ സാധാരണ ആളുകൾക്ക് 10th സർട്ടിഫിക്കറ്റിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതിയാവും. സെറ്റ് ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, ഇതിൻ്റെ എല്ലാം തന്നെ നിങ്ങൾ 2 കോപ്പീസ് സെൽഫ് അറ്റസ്റ്റഡ്, ദാറ്റ് മീൻസ് നിങ്ങൾ തന്നെ അറ്റസ്റ്റ് ചെയ്ത് അതും കൊണ്ടല്ല കേട്ടോ, അത് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്യാനാണ്. ഇനി മറൈൻ ബയോളജിയുടെ ഫീസ് എന്ന് പറയുന്നത് 10,780 ജനറൽ കാറ്റഗറിക്ക്, ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് 11,530, NRIക്ക് 66,720 പറഞ്ഞേക്കുന്നത്. മാത്രമല്ല NRI ഫീസ് ഇൻക്ലൂഡഡ് ആൻ എമൗണ്ട് 15K വിച്ച് ഈസ് റീഫണ്ടബിൾ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് കോഴ്സ്. അത് NRIക്ക് ബാധകമായിട്ടുള്ളൊരു ഫീസാണ്. MSc മറൈൻ ഇതിൻ്റെ ഫീസ് സെയിം ആണ്, 39,975 എന്നുള്ള ആ ഒരു എമൗണ്ടാണ്. ഏകദേശം 40 എമൗണ്ട് അടുത്ത് വരുന്നുണ്ട്, 40,000 വരുന്നുണ്ട്. പിന്നെ ഓൾ ഇന്ത്യ കോട്ടയിലാണെങ്കിൽ 48,000 എമൗണ്ട് ആ ഫീസ് വരുന്നുണ്ട്. NRIക്ക് 1,21,000 സംതിങ് ആണ് ഫീസ് വരുന്നത് കേട്ടോ. ഇനി ഈ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്, കളമശ്ശേരിയിലല്ല സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. ഇത് എറണാകുളം സിറ്റിയിലാണ്, നിയർ ഫൈൻ ആർട്സ് ഹാൾ, വെസ്റ്റ് ഓഫ് ജോസ് ജംഗ്ഷൻ, MG റോഡ്, 1.5 കിലോമീറ്റർ ഫ്രം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ആൻഡ് അപ്രോക്സിമേറ്റ്ലി 3 കിലോമീറ്റർ ഫ്രം എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. നിങ്ങൾ ക്യുസാറ്റ് എന്ന് പറയുമ്പോൾ ക്യാമ്പസ് ഇവിടെയാണെന്ന് വിചാരിക്കരുത്, ഈ ക്യാമ്പസ് എറണാകുളത്താണ്. പിന്നെ അതർ ഇൻസ്ട്രക്ഷൻ തന്നേക്കുന്നത് ഓൾ അഡ്മിറ്റഡ് കാൻഡിഡേറ്റ് ഹാവ് ടു പേ, അതായത് നമ്മൾക്ക് ആ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ നമ്മളുടെ ഫീസ് അടക്കണം. ഒരു പക്ഷേ നിങ്ങൾക്ക് വൈകിട്ട് വരെയൊക്കെ ചിലപ്പോൾ ഒരു സമയം തരാൻ ചാൻസ് ഉണ്ട്, അല്ലാതെ നിങ്ങൾക്ക് ആ ഫീസ് അന്ന് തന്നെ കെട്ടേണ്ടതായിട്ട് വരും കേട്ടോ. ഓൺലൈൻ മോഡിൽ തന്നെ കെട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷനിൽ നിന്ന് ക്യാൻസലായി പോകും. പിന്നെ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഫ്രം റെലവൻറ്റ് അതോറിറ്റി ഇൻ ഒറിജിനൽ ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് സ്പെഷ്യൽ SPD. ഓക്കെ. പിന്നെ മറ്റൊരു ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഈ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മെയിലും അതുപോലെ തന്നെ പ്രൊഫൈലും കൂടി ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ അതിലുണ്ടെങ്കിൽ അതും കൂടി നോക്കിയിട്ട് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബെസ്റ്റ്. താങ്ക് യു.